ഇതാണ് എൻ്റെ 40 to 10 മീറ്റർ ഫാൻ ഡൈപോൾ. 3 എലമെൻ്റ് ഉണ്ട്, 40K, 20K, പിന്നെ 10-ന്. പിന്നെ ഇത് 15 മീറ്റർ, അതായത് 21 മെഗാഹെർട്സിലും റെസൊണേറ്റ് ചെയ്യും. 21 മെഗാഹെർട്സ് എന്ന് പറയുമ്പോൾ 7 മെഗാഹെർട്സിൻ്റെ തേർഡ് ഹാർമോണിക് അല്ലേ. എലമെൻറ്റ്സ് സ്പേസർ വെച്ച് സ്പേസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് തമ്മിൽ മുട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അത്ര പെർഫെക്റ്റ് കൺസ്ട്രക്ഷൻ ഒന്നുമല്ല. മുകളിലൊരു ബാലൻ ഉണ്ട്. ഇതെൻ്റെ 80 മീറ്റർ ആൻറ്റനയാണ്, ഇൻവേർട്ടഡ് വി. പക്ഷേ ഇതല്ല ശരിക്കുള്ള ഇൻവേർട്ടഡ് വി ഭാഗം. ഇതിൻ്റെ ഒരു ലിംബ് കുറച്ച് പൊക്കി വെച്ചിരിക്കുകയാണ്, മറ്റേ ലിംബും ഫീഡ് പോയിൻറ്റും കുറച്ചുകൂടെ താഴെയാണ്. അതിവിടെ മൗണ്ടിങ്ങിനുള്ള പ്രശ്നം കാരണം കിട്ടുന്ന പോലെ മൗണ്ട് ചെയ്യണമെന്ന് മാത്രം. എന്നാലും ഇത് വർക്ക് ചെയ്യും. 80 മീറ്ററിൽ കുറച്ച് കോണ്ടാക്റ്റ് കിട്ടും, പിന്നെ ഹാർമോണിക്സിലും കിട്ടും. ഇതാണ് മോക്സോൺ യാഗി. ആ റെക്റ്റാങ്കിൾ കാണുന്നത് മോക്സോൺ എലമെൻ്റാണ്. VHFൻ്റെ 2 എലമെൻറ്റ്, റിഫ്ലക്ടറും ഡയറക്ടറും. പിന്നെ മുന്നിൽ കാണുന്ന ചെറിയ എലമെൻറ്റ്സാണ് UHF, 5 UHF എലമെൻറ്റ്. അതിന് മറ്റേ എലമെൻറ്റ്സായിട്ട് ഒരു ബന്ധവുമില്ല, ഫീഡ് ലൈനായിട്ടും ബന്ധമില്ല. പാസീവ്ലി കപ്പിൾഡാണ്. ഇത് സാറ്റലൈറ്റ് ഓപ്പറേഷൻ, ലിയോ സാറ്റലൈറ്റ് ഓപ്പറേഷൻ ഉപയോഗിക്കുന്ന മോക്സോൺ യാഗി. അതിൻ്റെ ബേസ് പിടിച്ച് തിരിച്ചു കഴിഞ്ഞാൽ ആൻറ്റന സാറ്റലൈറ്റിൻ്റെ ഡയറക്ഷനിലേക്ക് വെക്കാൻ പറ്റും. ഞാൻ ചിലപ്പോൾ ഒരു 10 മിനിറ്റ് പാസിൻ്റെ ഇടയിൽ 4 പ്രാവശ്യമൊക്കെ മാറ്റും, എല്ലായ്പ്പോഴും അല്ല, ചിലപ്പോൾ. ഇത് ഞാൻ അതിന് മുമ്പ് തുടക്കത്തിൽ സാറ്റലൈറ്റ് ഓപ്പറേഷൻ ഉപയോഗിച്ചിരുന്ന CP22 VHF ആൻറ്റനയാണ്. ഇത് സാധാരണ റിപ്പീറ്ററിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ലോക്കൽ സിംപ്ലക്സിന് ഉപയോഗിക്കാം. 2 എലമെൻറ്റ്സ് ഉണ്ട്, 2 5/8 ലാംഡ കൊളീനിയർ എലമെൻറ്റ്സ്, 3 റേഡിയൽസ് ഉണ്ട്. താഴേക്ക് ഫീഡ് ലൈൻ കാണാം. അപ്പോൾ ഇത് വെച്ച് സാറ്റലൈറ്റ് വർക്ക് ചെയ്യുന്നത് ആദ്യത്തിൽ കുറച്ച് പാസൊക്കെ വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. സ്പേസ് സ്റ്റേഷൻ വലിയ തിരക്കില്ലാതെ വർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ മറ്റ് സാറ്റലൈറ്റുകളും ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ടവൽ സീരീസ് സാധാരണ അധികം വർക്ക് ചെയ്യുന്ന VU സാറ്റലൈറ്റാണ്. അപ്ലിങ്ക് VHF, ഡൗൺലിങ്ക് UHF. പിന്നെ അപൂർവമായിട്ട് അപ്ലിങ്ക് UHFലും ഡൗൺലിങ്ക്, അതായത് നമ്മൾ റിസീവ് ചെയ്യുന്നത് VHFലുള്ള സാറ്റലൈറ്റ് ഉണ്ട്, AO91, PO101. അതൊക്കെ അപൂർവമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. കൂടുതൽ ബുദ്ധിമുട്ടാണ്, കാരണം UHFൽ SWR കൂടുതലായിരിക്കും, 2.25. VHFലാണെങ്കിൽ SWR 1.1 ഉണ്ടാവുള്ളൂ.